ആന്റി ആന്റി മര്യാദക്ക് നിക്കടി. ആൾക്കാരൊക്കെ എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുക തിരുമേനി. ആന്റി ഒന്ന് കേക്ക്. സുസ്മിത മിണ്ടാ നിൽക്കാനാ പറഞ്ഞത് കേട്ടോ. അല്ല എന്തു പറ്റി? അല്ല ചെറിയ അസുഖമുള്ള കുട്ടിയാ. കണ്ടപ്പോഴേ തോന്നി. തിരുമേനി വരണം. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. അതെ പിള്ളച്ചട്ടി ഇതിന്റെ നല്ല പടി കൊടുത്ത ലക്ഷണമുണ്ട്. ഇനി രോഗത്തിനെ കുറിച്ച് സുസ്മിത എന്ത് പറഞ്ഞാലും സത്യമ്മ വിശ്വസിക്കില്ല. അത് കലക്കി. അല്ലടോ, എനിക്കൊരു സംശയം. ഈ സുസ്മിത തന്നെ ഫോട്ടോ എടുത്തെന്ന് അമ്മ വിശ്വസിക്കണമെങ്കിലേ അവള് സെൽഫി അല്ലേ എടുക്കണ്ടേ? അത് സിമ്പിൾ അല്ലേ വിഷ്ണുട്ടാ. അവള് കുടിച്ച് വെളിവ് കേട്ട് കിടക്കുന്ന ഫോട്ടോ ഫ്രണ്ട്സ് ആരോ എടുത്തു. തന്റെ ഒരു അവസ്ഥ കണ്ട് കുറ്റബോധം തോന്നി ഏതോ ഒരു മനപരിവർത്തനം കൊണ്ട് അവളത് സത്യാമ്മയ്ക്ക് അയച്ചു കൊടുത്തു. സത്യാമ്മ അവളെ ശാസിച്ചു തുടങ്ങിയപ്പോ അവള് പ്ലേറ്റ് അങ്ങനെ അങ്ങ് മാറ്റി. ഓ അങ്ങനെ. ഭയങ്കര പൊടി അല്ലേ? വിജയാഘോഷത്തിലായിരിക്കും. ഈയിടെയായിട്ട് എന്നും അങ്ങനെയാണല്ലോ സുസ്മിത. ഭാമന്റെ ഒരു മണ്ടിയാണെന്നൊന്നും കരുതണ്ട. ആന്റി വൈകാതെ തന്നെ എല്ലാം തിരിച്ചറിയും. അന്ന് എല്ലാത്തിനെയും പൊളിച്ചെടുക്കും ഞാൻ. സുസ്മിതേ, ഇതാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ സാരിയല്ല, നിന്റെ മനസ്സാ മാറേണ്ടതെന്ന്. ഇപ്പോ നിനക്ക് നല്ലൊരു ഭർത്താവുണ്ട്. നീ മനസ്സ് വെച്ചാ നല്ലൊരു കുടുംബവും ഉണ്ടാവും. അത് നോക്കി നടത്തി മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിലോ? അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാ. രോഹിത്തിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ഹോട്ട് ലൈനുള്ള കാര്യം. ഓരോ തവണ നീ തല പൊക്കാൻ നോക്കുമ്പോഴും പത്തി നോക്കി അടി കിട്ടിക്കൊണ്ടേയിരിക്കും. നിന്റെ ഉള്ളിലെ വിഷം ഇറങ്ങുന്നത് വരെ. വാ വിഷ്ണുട്ടാ, ചടങ്ങ് തുടങ്ങാറായി. എന്താ വസുമതി അമ്മ? അമ്മ വരില്ല പ്രതി. മകന്റെ കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും അവർക്കുണ്ടാവില്ല. ശാലിനിക്ക് അത് അറിയാത്തോണ്ടാ. ഉറച്ച മനസ്സാ എൻ്റെ അമ്മയുടേത്. നൂലുകെട്ടിന് അമ്മ വേണ്ടതല്ലേ അർജുനേട്ടാ? അത് അമ്മയ്ക്കൂടെ തോന്നണ്ടേ പ്രീതി? ഇനി ആരെങ്കിലും എത്തിച്ചേരാനുണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് ചടങ്ങിലേക്ക് കടന്നാലോ? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തുടങ്ങാം.
ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഭാവി ഇങ്ങ് തന്നെ. എന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനിവിടെ വന്നു എന്നെങ്ങാനും ഹേമലത അറിഞ്ഞ അവരെന്നെ തീർത്തു കളയും. എന്റെ അർജുന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാതെ. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. സുസ്മിത എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല. ചെറുക്കന്റെ വീട്ടില് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖ. സത്യം പറഞ്ഞ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയാ. ഓ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. ചെല്ല് ചെല്ല്. വന്ന കാര്യം നടന്നതുമില്ല. ഇതുങ്ങളുടെ എല്ലാം കുശലാന്വേഷണത്തിന് മറുപടിയും പറയണം. വയറും പാടൊക്കെ എടുത്ത് ഇനിയും കൊറോണ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വസുമതി ആന്റി അല്ലേ ഇത്? ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ ആവുമ്പോ പെട്ടെന്നാരും തിരിച്ചറിയില്ല. കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതിയല്ലോ. ഇവരെന്തിനാ ഒളിച്ചു വരുന്നത്? ദൈവമേ, സുസ്മിത. അതറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. ഭാഗ്യം അവക്കെന്നെ മനസ്സിലായില്ല. അതെ, മോളെ ഒന്ന് തരുമോ? എന്റെ പൊന്ന്, എന്റെ തങ്കക്കുട്ടിക്ക് എന്നെ മനസ്സിലായോ? അച്ഛമ്മയാ. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ഹേമലതയെ പേടി. നിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നേരെ വന്ന് കാണാനുള്ള യോഗമില്ലാതെ പോയല്ലോ മോളെ. അച്ഛമ്മ ചെയ്തത് തെറ്റന്നെയാ, ഇങ്ങനെ കള്ളിയെ പോലെ വന്ന് കാണാൻ. എന്റെ പൊന്നുമൊക്കെ ഞാൻ എന്താ തരിക? കുഞ്ഞിനെ പിടിച്ചേ. പരിപാടി പൊളിക്കണം. നൂല്
നൂലുകെട്ട് കോളമാക്കണം. സുസ്മിത സന്തോഷിക്കാതെ ഈ വീട്ടിൽ ആരും സന്തോഷിക്കണ്ട. എന്റെ പൊന്നേ, അച്ഛമ്മയുടെ മുത്തല്ലേ. ഓ ഓ ഓ ഓ ഓ ഇനി കുഞ്ഞിന്റെ അച്ഛനും അമ്മയിരുന്നോളൂ. അല്ല, കുഞ്ഞെവിടെ? അമ്മേന്റി, ഒരു നാടോടി സ്ത്രീ കുഞ്ഞിനെ കട്ടോണ്ട് പോകുന്നു. അയ്യോ, എന്നെ പറ്റിയാണോ? പ്രീതി, അയ്യോ, കുഞ്ഞിനെ ഇട്ടിട്ട് ഓടാനും പറ്റില്ല. അയ്യോ, ശാലിനി, ഇതാ മോളെ, സൂക്ഷിച്ചു. വിഷ്ണു, അവരെ വിടരുത്. ഇങ്ങ് കൊണ്ടുവാ. നടക്കാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരാ ഇവിടെ? ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാമോ? വേണ്ട വേണ്ട, ഈ കൊണ്ടുപോവാ. അകത്തേക്ക് കൊണ്ടുപോവാ. പിടിക്കണം. ഇങ്ങോട്ട് നീക്കി നിർത്ത. എന്തായി? സുസ്മിത സമയത്ത് കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല രാഘവേട്ട. കയ്യോടെ പിടിച്ചു കള്ളിയെ. അല്ല മോളെ പ്രീതി, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലച്ച. സത്യഭാമയുടെ വീട്ടിൽ കയറി കുഞ്ഞിനെ മോഷ്ടിക്കാൻ മാത്രം ധൈര്യമുള്ളവളെ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് നീക്കി നിർത്താവളെ. അങ്ങോട്ട് നിൽക്കും. ഇങ്ങോട്ട് നീങ്ങി നിക്കടി. ഞാനാന്നറിഞ്ഞോണ്ട് മനഃപൂർവ്വം ഉപദ്രവിക്കുകയല്ലടി. അതേടി, മകന്റെ കുഞ്ഞിനെ കാണാൻ കൊതിച്ചു വന്നതല്ലേ, നിനക്കൊരു സ്വീകരണം ഒരുക്കി തരുന്നതാ. സുസ്മിത, തലേ തവളുടെ സാരിത്തുമ്പ് എടുത്ത് മാറ്റിക്കേ. ആ തിരുമുഖം ഞാനൊന്ന് കാണട്ടെ. മാറ്റടി, പെരും കള്ളി. മാറ്റി നിന്റെ സാരിത്തുമ്പ് മാറ്റാൻ. ഊരങ്ങോട്ട് വിടാൻ. വീടങ്ങോട്ട്. ബലം പിടിക്കാതെന്ന്. വീടങ്ങോട്ട്. ഞങ്ങൾ കാണട്ടെ നിന്റെ മുഖം ഒന്ന്. മാറ്റടി, പെരും കള്ളി.
വസുമതി വസുമതി അമ്മയോ? അമ്മേ, വസുമതി 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 എന്താ എത്താൻ വൈകുന്നതെന്നും ആലോചിച്ചിരിക്കുകയാണ് ഞങ്ങള്. ഞാൻ ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയി. വസുമതി എന്തിനാ മുഖം മറച്ചേ? ആളെ മനസ്സിലാകാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്കല്പം അപമര്യാദയായിട്ട് പെരുമാറേണ്ടി വന്നത്. അത് ഞാൻ കൊറോണയൊക്കെ പോയില്ലേ ആന്റി? എന്നിട്ട് നീ പോയില്ലല്ലോടി. ഇനി അതേപ്പറ്റി ഒന്നും ചർച്ച ഒന്നും വേണ്ട. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് അയച്ചായിട്ട് അങ്ങ് ചടങ്ങിലേക്ക് കിടക്കാം. അത് അച്ഛമ്മയുടെ സമ്മാനോ? എന്നാ കെട്ടിക്കോളൂ. കുഞ്ഞിന്റെ അച്ഛന്റെ അച്ഛനാണ് കുഞ്ഞിനെ മടിയിലിരുത്തി ആദ്യ ദൈവനാമം കാതിലേക്ക് ഓതേണ്ടത്. ഇവിടെ അച്ഛന്റെ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് അമ്മയുടെ അച്ഛനും ആവാം. രാഘവൻ സാർ ദൈവനാമം വിളിക്കട്ടെ. അത് വേണ്ട തിരുമേനി. വസുമതി തന്നെ പേര് വിളിക്കട്ടെ. ഞാനോ? എന്താ തിരുമേനി? ആവാം. സത്യഭാമേ, ഞാൻ അവിടെ ഇരുന്നോളൂ. കേട്ടില്ലേ അമ്മ പറഞ്ഞത്? വസുമതി ഇരിക്കേ.
പൊന്നു വാ. ഓ ഓ, ഓ. എന്നാ ഏതെങ്കിലും ഒരു ദൈവനാമം കുഞ്ഞിന്റെ ഇരു കാതിലും വിളിച്ചോളൂ.